ബാക്ക് ടു ജാങ്കോ ട്യൂട്ടോറിയൽ. കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കി വെച്ചത് ലോഗിൻ പേജ് ആയിരുന്നു. ലോഗിൻ പേജിൽ ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് ഞാൻ ഇതിൻ്റെ ഫോമിൻ്റെ ലേഔട്ടും ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ W3 സ്കൂളിൽ നിന്ന് തന്നെ എടുത്തൊരു സ്റ്റൈലാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടി ലോഗിൻ ചെയ്ത് നോക്കാം. ഓൾറെഡി നമുക്ക് സൈറ്റ് വെച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ലോഗിനാണ്. ലോഗൗട്ട് ചെയ്യാം. ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്കൊന്ന് ലോഗിൻ ചെയ്യാം. ഞാൻ ഓൾറെഡി സൂപ്പർ യൂസർ വെച്ച് ക്രിയേറ്റ് ചെയ്ത യൂസറാണ്. വേറെ യൂസറും പാസ്വേഡും ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ലോഗിൻ ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങോട്ട് വന്നത്. പിന്നെ റീഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, സ്റ്റേ ചെയ്ത് നോക്കാം നമുക്ക്. ഓക്കെ, ലോഗിൻ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അവിടെ നിന്ന് തന്നെ നമുക്ക് ലോഗിൻ ചെയ്യാം. ഈ ജാങ്കോയുടെ ലോഗിൻ പേജിലാണ്. അതൊക്കെ നമുക്ക് നോക്കിയതാണ് ഓൾറെഡി. ഇനി ജസ്റ്റ് നമുക്ക് കുറച്ച് കൂടി കാര്യങ്ങൾ ഇതിനകത്ത് നോക്കാനുണ്ട്. അതായത് നമ്മൾ ഇൻ കേസ് വ്യൂ ഫങ്ഷൻ, അതായത് ജാങ്കോ കുറച്ച് മെസ്സേജസ് നമുക്ക് ഇപ്പം ഫ്ലാഷ് മെസ്സേജുകളൊക്കെ യൂസ് ചെയ്യും. ഇപ്പം തൽക്കാലം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് അതിന് മുമ്പ് തന്നെ ഓൾറെഡി വേറൊരു കാര്യം നോക്കാം. ഇപ്പോൾ ലോഗിൻ ചെയ്തപ്പോൾ ഓൾറെഡി ഞാൻ ഈ പേജ് ലോഗിൻ ചെയ്തിട്ടുണ്ട്. സോ ലോഗിൻ ചെയ്ത പേജിൽ ഇപ്പോൾ നമ്മൾ ആക്ച്വലി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫേസ്ബുക്ക് പേജ് ലോഗിൻ ചെയ്തതിന് ശേഷം നമുക്ക് ലോഗിൻ കാണില്ല, പകരം അവിടെ ലോഗ് ഔട്ട് ആയിരിക്കും. സോ നമുക്കിവിടെ ലോഗിൻ ചെയ്ത ആളുടെ യൂസർ നെയിം കാണിക്കും. അങ്ങനെ ചില ലോഗിൻ ഉള്ളപ്പോൾ ലോഗ് ഔട്ട് കാണിക്കില്ല, ലോഗ് ഔട്ട് ഉള്ളപ്പോൾ ലോഗിൻ കാണിക്കില്ല. ഓക്കെ, അത് നമുക്ക് സെറ്റ് ചെയ്യണം. അത് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ അഡ്മിനിസ്ട്രേറ്ററിൽ നമുക്ക് ഇതാണ് നമ്മുടെ ജാങ്കോയുടെ യൂസറിൻ്റെ ജാങ്കോ കോൺട്രിബ് ഓത്ത് യൂസർ മോഡലിൻ്റെ കുറച്ച് ഫീൽഡുകളുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ ഓൾറെഡി യൂസർ ഫീൽഡ് ക്രിയേറ്റ് ചെയ്തതാണ്. ഞാൻ എക്സാമ്പിൾ കാണിച്ചാൽ നമ്മൾ ക്രിയേറ്റ് സൂപ്പർ യൂസർ ക്രിയേറ്റ് ചെയ്താണ് ഓൾറെഡി ജാങ്കോയിൽ. നമ്മൾ തൊട്ട് മുന്നത്തെ എക്സാമ്പിൾസിൽ നോക്കിയതാണ്. നമ്മൾ ഡൗട്ടുള്ളവർ ഒന്നുകൂടി ആ വീഡിയോ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, DP ഓപ്പണായി വരുന്നുള്ളൂ. ഓക്കെ, നമുക്കൊരു യൂസർ മോഡൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയുണ്ടായിരുന്നു? നമുക്ക് ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ, പാസ്വേഡ്, ഗ്രൂപ്പ്, യൂസർ പെർമിഷൻ, ഈ യൂസർ സ്റ്റാഫാണോ, ആക്റ്റീവാണോ, സൂപ്പർ യൂസറാണോ, ലാസ്റ്റ് ലോഗിൻ ചെയ്തെന്ന്, ഡേറ്റ് ഓഫ് ജോയിൻ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. നമ്മുടെ ഓതൻറ്റിക്കേറ്റും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യണം യൂസർ മോഡലിൽ എന്തൊക്കെ ഫീൽഡുകളുണ്ടെന്നുള്ള. ഇതിൽ നമ്മൾ ക്രിയേറ്റ് സൂപ്പർ യൂസർ ഇപ്പോൾ 1, 2 അതായത് ഓക്കെ DP ഓപ്പൺ ആയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ യൂസർ ടേബിൾ ഒന്ന് എടുത്ത് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഓത്ത് യൂസർ ഉണ്ടോ? ഇത് നമ്മളൊരു യൂസർ QAs എടുത്ത് നമ്മൾ യൂസറിന്, അപ്പോൾ നമ്മൾ ക്രിയേറ്റ് സൂപ്പർ യൂസർ എന്നുള്ള ടെർമിനൽ വഴിയാണ് നമ്മൾ ചെയ്തത് അല്ലേ. ഇവിടെ ക്രിയേറ്റ് സൂപ്പർ യൂസർ, അപ്പോൾ യൂസറിനെയും കാര്യങ്ങളെല്ലാം കൊടുത്തിരുന്നു. അങ്ങനെ കൊടുത്തപ്പോൾ നമുക്ക് വന്നത് എന്തൊക്കെയായിരുന്നു? നമ്മളോട് ജസ്റ്റ് യൂസർ നെയിമും ചോദിച്ചു, ഇമെയിൽ ചോദിച്ചു, പാസ്വേഡ് ചോദിച്ചു. ഓക്കെ, അത് കൂടാണ്ട് കുറച്ച് ഫീൽഡുകളും ഉണ്ടായിരുന്നു. എന്താ ഈ സൂപ്പർ യൂസറാണോ, ക്രിയേറ്റ് സൂപ്പർ യൂസർ കൊടുത്തിട്ട് ഓൾറെഡി ആ ഫീൽഡ് 1 ആയിരിക്കും. യൂസറിന് ഫസ്റ്റ് നെയിം ഉണ്ടായിരുന്നു, പിന്നെ ഉണ്ടോ ഇവിടെ ഒരു ഫീൽഡ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് നെയിം, യൂസർ നെയിം, കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ആക്റ്റീവ് ഇതെല്ലാം ഡീഫോൾട്ടായിട്ട് കയറിപ്പോയി. ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം ഒക്കെ ഉണ്ടായിരുന്നു, നമ്മളൊന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ആ ഫീൽഡുകളൊന്നും വന്നില്ല. ആക്ച്വലി എന്തൊക്കെ ഫീൽഡുകൾ ഉണ്ടായിരുന്നു എന്നുള്ള ജാങ്കോയുടെ ഈ ഫീൽഡ് നോക്കിയാലും ഫസ്റ്റ് നെയിം ഉണ്ടായിരുന്നു, ലാസ്റ്റ് നെയിം ഉണ്ടായിരുന്നു, ഇമെയിൽ, പാസ്വേഡ് നമ്മൾ ഡീഫോൾട്ടായിട്ട് വേണ്ടതായിരുന്നു. നമ്മൾ ആ കാര്യങ്ങൾ മാത്രം കൊടുത്തേ ക്രിയേറ്റ്. അപ്പോൾ ജാങ്കോയുടെ യൂസർ മോഡിൽ എന്തൊക്കെ ഫീൽഡുകളുണ്ടെന്നുള്ളത് ഈ കാണുന്നതാണ്. നമുക്കിത് വേണമെങ്കിൽ നമ്മൾ യൂസർ ക്രിയേറ്റ് ചെയ്യും, നമ്മൾ കസ്റ്റമായിട്ട് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് കാണാം ഇനി കുറച്ച് ആട്രിബ്യൂട്ട്സ് ഉണ്ട് ജാങ്കോയുടെ. അത് ഈസ് ഓതൻറ്റിക്കേറ്റഡ്, ഈസ് അനോണിമസ്, ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ആട്രിബ്യൂട്ട്സ് ആണ്. ഇത് ജസ്റ്റ് വായിച്ച് നോക്കിയാൽ മനസ്സിലാവും. റീഡ് ഓൺലി ആട്രിബ്യൂട്ട്സ് വിച്ച് ഓൾവേസ്, അതായത് ഒരു യൂസർ ഓതൻറ്റിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് യൂസർ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസ് ഓതൻറ്റിക്കേറ്റഡ് എന്നുള്ളത് റിട്ടേൺ ചെയ്യുന്നത് ട്രൂ ആയിരിക്കും. സോ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ റിക്വയർമെൻറ്റ് ഇപ്പോൾ എന്താണ്, നമുക്ക് നമ്മുടെ പേജ് ലോഗിൻ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നറിയണം. ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ ലോഗിൻ എന്നുള്ള ബട്ടൺ കാണിക്കേണ്ട, പകരം ലോഗ് ഔട്ട് കാണിച്ചാൽ മതി. സോ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ നമുക്ക് ഓക്കെ ഞാൻ എടുത്തു ഓക്കെ എവിടെയായിരുന്നു എടുത്ത് ഓക്കെ ഈസ് ഓതൻറ്റിക്കേറ്റഡ്, ഇതാണ് നമ്മളതിന് യൂസ് ചെയ്യുന്നത്. യെസ്, ഓതൻറ്റിക്കേറ്റ്. കാരണം യൂസർ ഓതൻറ്റിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതെന്ത് റിട്ടേൺ ചെയ്യും, ട്രൂ റിട്ടേൺ ചെയ്യും. ഇല്ലയെന്നുണ്ടെങ്കിൽ ഫോൾസ് റിട്ടേൺ ചെയ്യും. സോ നമുക്ക് ഈസ് ഓതൻറ്റിക്കേറ്റഡ് എന്നുള്ള ആട്രിബ്യൂട്ട്സ് ഉപയോഗിച്ച് നമുക്കിതിനെ ചെക്ക് ചെയ്യാം. ഇനി നമുക്ക് വേറെ പല മെത്തേഡ്സ്, അതായത് ക്ലാസ്സും ഒബ്ജക്റ്റും ഒക്കെ പഠിച്ചവർക്കറിയാം
പൈത്തണിലെ ഒരു ക്ലാസ്സിനകത്ത് ഒബ്ജക്ട്സുകൾക്കാണ് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ. ആക്ച്വലി ഇതൊരു ഫംഗ്ഷൻ തന്നെയാണ്, ക്ലാസ്സിനുള്ളിലായതുകൊണ്ട് തന്നെ മെത്തേഡ്സ് എന്ന് വിളിക്കുന്നു. നമുക്ക് വേണമെങ്കിൽ ഒബ്ജക്ട്സ് ആൻഡ് മെത്തേഡ് ക്ലാസ്സിനെ കുറിച്ചൊരു വീഡിയോ പിന്നീട് ചെയ്യാം. അപ്പോൾ അതിൽ നമുക്ക് ഈ മെത്തേഡ്സൊക്കെ ഉപയോഗിച്ചിട്ട് ഓരോ ഫീൽഡും നമുക്ക് യൂസ് ചെയ്യാം. ഗെറ്റ് യൂസർ നെയിം എന്നുള്ള മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് യൂസർ നെയിം ഗെറ്റ് ചെയ്യാം, ഫുൾ നെയിം ഗെറ്റ് ചെയ്യാം. അതെല്ലാം ജാങ്കോ ഡോക്യുമെൻറ്റേഷനിലുണ്ട്. ഇത് ഫുള്ളായിട്ട് പറയാൻ ടൈമില്ല നമുക്ക്, കാരണം നമുക്ക് ഒരു ഓവറോൾ പഠിച്ചതിന് ശേഷം ഒരു ഐഡിയ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ഡീപ്പ് ലെവലിലേക്ക് പോകാവുന്നേ. കാരണം നമുക്ക് ആദ്യം ഒരു ബേസിക് കൺസെപ്റ്റ് കിട്ടണം, എന്നിട്ടാണ് നമ്മളിതിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കിയിട്ട് കാര്യമുള്ളൂ. ഉണ്ടോ അനോണിമസ് ഒബ്ജക്റ്റ്, ഗെറ്റ് യൂസർ നെയിം, അനോണിമസ് പെർമിഷൻ, മെത്തേഡ്സ്. ഇതിനകത്ത് നമുക്ക് ഉണ്ടോ യൂസ് ലോഗിൻ ആൻഡ് ലോഗൗട്ട് സിഗ്നൽസ്, എല്ലാ കാര്യങ്ങളും നമുക്ക് തന്നെ നൽകാം. അപ്പോൾ നമുക്ക് തൽക്കാലം വേണ്ടത് ഇതാണ്. നമുക്ക് വേണ്ട യൂസർ ഓതൻറ്റിക്കേറ്റഡ് ആണോ ഇല്ലയോ, ഈസ് ഓതൻറ്റിക്കേറ്റഡ് എന്നുള്ള ആട്രിബ്യൂട്ട്സ് വിളിച്ചാൽ നമുക്ക് ട്രൂ ഓർ ഫോൾസ് കിട്ടും. സോ നമ്മൾ എന്ത് ചെയ്യും, നേരെ നമ്മുടെ പേജിലേക്ക് പോകാം. ഇവിടെയാണ് നമുക്ക് ആ സെക്ഷൻ മാറേണ്ടത്. സോ നമ്മുടെ ഹെഡർ ഡോട്ട് HTML ആണ് ഫീൽഡ് വരുന്നത്. ഹെഡർ ലോഗിൻ, ഇവിടെയാണ് ഇഷ്യൂ വരുന്നത്. നമുക്കൊരു ലോഗൗട്ടിനും കൂടെ അവിടെ തന്നെ ഒരു ബട്ടൺ കൊടുക്കാം. ലോഗൗട്ട്, ഇതിന് നമുക്ക് ലോഗൗട്ട് എന്ന് കൊടുത്തു. തൽക്കാലം നമുക്ക് പാത്തൊന്നും ഇല്ല, നമ്മളൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമുക്ക് നള്ളാക്കി വയ്ക്കാം. ജസ്റ്റ് നമുക്ക് പേജ് ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, ലോഗിനും ലോഗൗട്ടും ഉണ്ട്. ഇനി നമുക്ക് ചെക്ക് ചെയ്യാം ഈ ലോഗിൻ എപ്പോഴാണ് കാണിക്കേണ്ടത്, യൂസർ ഓതൻറ്റിക്കേറ്റ് ചെയ്യാത്ത ടൈമിൽ. സോ നമുക്കിതൊരു കണ്ടീഷനകത്തിടാം. ഇങ്ങനെയാണ് നമുക്ക് ഈഫ് യൂസ് ചെയ്യാം. ഈഫാണ് നമ്മളൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. സോ നമ്മൾ ഇതിൽ പറഞ്ഞിരുന്നു ഓതൻറ്റിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രൂവും ഇല്ലയെന്നുണ്ടെങ്കിൽ ഫോൾസുമാണ് വരുന്നത്. ഈഫ് യൂസ് ചെയ്യണ ഇങ്ങനെയാണ്. നമുക്ക് ഓൾറെഡി നമ്മൾ ഡോക്യുമെൻറ്റേഷൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓതൻറ്റിക്കേറ്റഡ് ആണെങ്കിൽ എന്ത് ചെയ്യും, അത് ട്രൂ ആയിരിക്കും, ഇല്ലെങ്കിൽ ഫോൾസ് ആവും. സോ നമുക്ക് ട്രൂ ആണെങ്കിൽ എന്ത് കാണിക്കണം, ലോഗൗട്ട് ബട്ടൺ കാണിക്കണം. അല്ല ഓതൻറ്റിക്കേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് ഫോൾസ് ബട്ടൺ കാണിക്കണം. ജസ്റ്റ് കോപ്പി ചെയ്തുകൊണ്ട് വരാം. ഇവിടെ നമുക്ക് വെറുതെ കിട്ടില്ല, നമ്മുടെ ഒബ്ജക്റ്റ് യൂസർ എന്നുള്ള ഒബ്ജക്റ്റ് ഉണ്ട്. യൂസർ ഡോട്ട് ഈസ് ഓതൻറ്റിക്കേറ്റഡ്. അങ്ങനെയാണെങ്കിൽ എന്തിടും, ഇത് ട്രൂ ആയിരിക്കും. സോ നമുക്ക് ട്രൂ ഉള്ള കണ്ടീഷനിലാണ് എന്ത് ചെയ്യുക, ലോഗൗട്ട് കാണിക്കേണ്ടത്. സോ നമ്മൾ ലോഗൗട്ടിനെ കാണിച്ചു. എൽസ് അല്ലെങ്കിൽ നമുക്ക് എന്ത് കാണിക്കണം, ലോഗിൻ കാണിക്കണം. ഇതോടെ ക്ലിയറായിട്ട് ഞാൻ പറഞ്ഞുതരാം. എൽസ് ബോഡിക്കകത്ത് വേണം നമ്മുടെ ലോഗിൻ കൊടുക്കാൻ. ലോഗിൻ ഉപയോഗിച്ചത് ചെയ്തതിന് മസ്റ്റായിട്ടും ഈഫ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എൻഡ് ഈഫ് യൂസ് ചെയ്യണം. എൻഡ് ഈഫ് ഓക്കെ. ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. ചെറിയ എറർ വന്നിട്ടുണ്ട്. ഇൻവാലിഡ് ബ്ലോക്ക് ആണ് യൂസർ ഡിഫറൻറ്റ്. സോറി, നമ്മളൊരു കാര്യം ചെയ്യാൻ പറഞ്ഞേ. ഇത് ഈഫായിരുന്നു, നമ്മൾ ഈഫ് യൂസ് ചെയ്തില്ല. ഈഫ് ഓക്കെ. സോ നമുക്ക് ലോഗൗട്ട് ഉള്ളൂ. ഓക്കെ, നമുക്കിത് ലോഗൗട്ട് ചെയ്ത് നോക്കാം. ഇത് ലോഗൗട്ട് ചെയ്തു ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, ലോഗിൻ പേജ്. അപ്പോൾ നമുക്ക് വർക്ക് ചെയ്തു. നമ്മുടെ ഇത് സക്സസ് ആയി. കാരണം ഇതിൻ്റെ വർക്കിംഗ് ഞാൻ പറഞ്ഞുതരാം. യൂസർ എന്നുള്ള വേരിയബിൾ നമ്മൾ ഓൾറെഡി യൂസർ ടേബിളിൽ നിന്ന് ഓത്ത് യൂസറിൽ നിന്ന് റിട്ടേൺ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് യൂസർ എന്നുള്ള ഒബ്ജക്റ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഈഫ് യൂസർ ഈസ് ഓതൻറ്റിക്കേറ്റഡ്, ഇപ്പം നമ്മൾ ലോഗിൻ ചെയ്തില്ല. സോ എന്ത് ചെയ്യും, ഇത് ട്രൂ അല്ല. സോ ഈഫ് കണ്ടീഷനകത്ത് കയറില്ല. സോ ഈ ലൈൻ നമുക്ക് കാണാൻ കഴിയില്ല. സോ എൽസ് വർക്ക് ചെയ്യും. എൽസിനകത്ത് എന്താണുള്ളത്, ലോഗിനാണുള്ളത്. സോ നമ്മൾ ഇപ്പോൾ ലോഗിൻ ബട്ടൺ കാരണം ഇതാണ്. നമ്മൾ ലോഗിൻ ക്ലിക്ക് ചെയ്തു, നമ്മൾ പോയി യൂസർ നെയിം അടിച്ചു, ദെൻ പാസ്വേഡ് അടിച്ചു, സബ്മിറ്റ് കൊടുത്തു. നമ്മുടെ പേജിലേക്ക് വന്നപ്പോൾ ലോഗൗട്ട്. സോ ഇപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ
യൂസർ ഈസ് ഓതൻറ്റിക്കേറ്റഡ് ആണ്. സോ എന്ത് ചെയ്യുക, ഈ ഇഫ് ബോഡി വർക്ക് ചെയ്യും. സോ ലോഗൗട്ട് എന്നുള്ള ബട്ടൺ കാണിക്കും. സോ നമ്മുടെ എൽസ് എന്നുള്ളത് കാണിക്കില്ല. ഒരു പുറത്തുനിന്നൊരു നോയ്സ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ എങ്ങനെയാണ് ഇഫ് എൽസ് വെച്ച് നമുക്ക് ലോഗിൻ ലോഗൗട്ട്, ഇനി നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ലോഗൗട്ട് കാണിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമുക്ക് എങ്ങനെയാണ് ലോഗിൻ ലോഗൗട്ട് എന്നുള്ള ബട്ടൺ ചേഞ്ച് ചെയ്ത് കാണിക്കുന്നത്. എന്നാലും നമുക്ക് സൂപ്പർ യൂസറാണോ സ്റ്റാഫാണോ ആക്റ്റീവാണോ ഒക്കെ ചെക്ക് ചെയ്യാം. ഈസ് ആക്റ്റീവ് ചോദിച്ചാൽ എന്ത് ചെയ്യും, ആക്റ്റീവ് ആണെന്ന് ഉള്ള ആട്രിബ്യൂട്ടാണിത്. ട്രൂ ആക്റ്റീവ് ആണെങ്കിൽ ട്രൂവും ഇല്ലെങ്കിൽ ഫോൾസും കാണിക്കും. ചില സൂപ്പർ യൂസർക്ക് മാത്രം യൂസ് ചെയ്യാവുന്ന ചില ഓപ്ഷൻസുകൾ കാണും. അങ്ങനെയുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഈ സൂപ്പർ യൂസറിനകത്ത് മാത്രം ചെയ്യും. അതുപോലെ സ്റ്റാഫുകൾക്കും വേണ്ടി മാത്രമാണ് ഈ സ്റ്റാഫ്, അങ്ങനെ ഒരു ആട്രിബ്യൂട്ട്സ് ഉണ്ട്. സ്റ്റാഫായി യൂസ് ചെയ്യണമെങ്കിൽ സ്റ്റാഫുകളാണെങ്കിൽ മാത്രം ട്രൂ ആയിരിക്കും, അല്ലാത്തപ്പോൾ ഫോൾസ് ആയിരിക്കും. അത് നമുക്ക് റിക്വയർമെൻറ്റ് പോലെ യൂസ് ചെയ്യും. തൽക്കാലം നമ്മൾ ഇത്രയും ജസ്റ്റ് നോക്കി വയ്ക്കുക. ഇനി നമുക്ക് മറ്റൊരു കാര്യം പഠിക്കാനുള്ളത്, ഇതിന് ജാങ്കോയിൽ മെസ്സേജസ് എങ്ങനെ യൂസ് ചെയ്യാം. ഇപ്പോൾ ലോഗൗട്ട് വർക്ക് ചെയ്യില്ല, കാരണം നമ്മളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കിനകത്ത് തൽക്കാലം ഒന്ന് ലോഗൗട്ട് ചെയ്തിട്ട് റിഫ്രഷ് ചെയ്ത് നോക്കാം. ജാങ്കോയിൽ പുറത്തുനിന്ന് ലോഗിൻ ചെയ്യുമ്പോൾ ചെറിയൊരു പ്രശ്നമുള്ളതാണത്. ഓക്കെ, ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ലോഗിൻ. അപ്പോൾ ഞാനൊരു തെറ്റായ അടിച്ചാൽ നമുക്ക് എന്ത് വരും, പോയില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഒരു മെസ്സേജ് പ്രിൻറ്റ് ചെയ്യണം നമ്മുടെ ഈ പേജിലേക്ക് തന്നെ. നമ്മളടിച്ച യൂസർ നെയിമും പാസ്വേഡ് തെറ്റാണെന്നോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് വരണം. അപ്പോൾ നമുക്ക് അതിനുവേണ്ടി ജാങ്കോ ഡിഫോൾട്ടായിട്ട് മെസ്സേജ് വേണം. ഇപ്പോൾ ജാങ്കോ ഡോക്യുമെൻറ്റേഷൻ മെസ്സേജ് ഫ്രെയിം വർക്ക്, ജാങ്കോയുടെ മെസ്സേജ് ഫ്രെയിം വർക്ക് യൂസ് ചെയ്യാൻ നമുക്ക് ഇനേബിളിംഗ് മെസ്സേജസ് ഇതിൽ പോയി നോക്കിയാൽ കോൺഫിഗറിങ് ചെയ്ത മെസ്സേജ് എഞ്ചിൻ, സ്റ്റോറേജ് ബാക്ക് എൻഡ്, നമുക്ക് നമ്മുടെ ഇതിൽ നോക്കിയാൽ കാണാം, settings.pl പോയി നോക്കിയാൽ കാണാം ജാങ്കോയുടെ ഒരു മെസ്സേജിൻ്റെ ഓൾറെഡി ഡീഫോൾട്ടായിട്ട് ചെയ്ത് വെച്ചേക്കുന്നത് കാണിച്ചു തരാം. മണി നമ്മുടെ മൈ സൈറ്റിൽ സെറ്റിങ്സിൽ മിഡിൽ വെയറിലുണ്ട് മെസ്സേജ് മിഡിൽ വെയർ. ഓക്കെ, ഇതിനകത്ത് ഡീപ്പായിട്ട് ഇപ്പോൾ നോക്കണ്ട ഉണ്ടോ. അതുപോലെ ഇൻസ്റ്റാൾഡ് ആപ്പിൽ അവർ ചെയ്തതിന് കോൺട്രിബ് മെസ്സേജസ് സെഷൻ നമ്മൾ നമ്മൾ അഡ്മിൻ വേണ്ടി അഡ്മിൻ പേജിന് വേണ്ടി അവർ ഇൻസ്റ്റാൾഡ് ആപ്പിൽ അഡ്മിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായിരുന്നു ഓതൻറ്റിക്കേഷൻ കാര്യങ്ങൾക്ക് വേണ്ടി ടേബിൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇത് ഓരോ നമ്മൾക്ക് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. മെസ്സേജസ് ഇത് ഓൾറെഡി ജാങ്കോ ഇൻബിൽറ്റായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, അത് യൂസ് ചെയ്തുകൊണ്ട്, അതായത് മെസ്സേജ് ഫ്രെയിം വർക്ക് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു മെസ്സേജ് ടെംപ്ലേറ്റിലേക്ക് ഉണ്ട് യൂസിങ് മെസ്സേജസ് ഇൻ വ്യൂ ആൻഡ് ടെംപ്ലേറ്റ്സ്. ഇത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കണ്ട, നമുക്ക് എങ്ങനെ മെസ്സേജ്, പല ടൈപ്പ് ഓഫ് മെസ്സേജസ് ഉണ്ട്. അതായത് മെസ്സേജ് ടാഗുകൾ, മെസ്സേജ് ലെവൽ, ഡീബഗ്, ഇൻഫോ, സക്സസ്, വാണിങ്, എറർ, അതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെസ്സേജസ് ആണ്. അപ്പോൾ നമുക്ക് എന്തൊരു എറർ മെസ്സേജ് ആയിരിക്കും പ്രിൻറ്റ് ചെയ്യണം. ഇതാണ് ഇതിലേത് മെത്തേഡാണ് നമുക്ക് യൂസ് ചെയ്യാം. ഇത്രയും നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി തുടക്കക്കാരെന്ന നിലയിൽ. മെസ്സേജസ്, ഡീബഗ്, സക്സസ്, വാണിങ്, എറർ. തൽക്കാലം നമുക്ക് മെസ്സേജസ് ഡോട്ട് എറർ എടുക്കാം. കാരണം നമ്മൾ യൂസർ നെയിം പാസ്വേഡും തെറ്റായി അടിക്കുമ്പോൾ നമുക്കൊരു എറർ മെസ്സേജ് ആ സെയിം പേജിലേക്ക് ലഭിക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യാം, നമുക്കിതിനെ കോപ്പി ചെയ്തെടുത്ത് സോ നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെ മെസ്സേജസ് ഇമ്പോർട്ട് ചെയ്യണതും എടുക്കണം. സോ ഞാനിത് രണ്ടും എടുത്ത് വെച്ചിട്ടുണ്ട്. വ്യൂ ഫംഗ്ഷനിലേക്ക് വരിക. ഞാനിവിടെ ഓൾറെഡി ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഫ്രം Django.contrib ഇമ്പോർട്ട് മെസ്സേജസ്. സോ നമുക്ക് മെസ്സേജ് എവിടെയാണ് പ്രിൻ്റ് ചെയ്യണത്, ഇഫ് യൂസർ ഈസ് നോട്ട് നൺ, അതായത് നമ്മൾ എൽസ് റിട്ടേൺ ലോഗിൻ. ഓക്കെ, യൂസർ നോട്ട് നൺ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ലോഗിനിലേക്ക് കയറി. ഇൻ കേസ് നമ്മൾ യൂസർ നെയിമോ പാസ്വേഡോ തെറ്റായിട്ടാണ് വിടണമെങ്കിൽ ഈ ഓതൻറ്റിക്കേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഒബ്ജക്റ്റ് കോഡ് നണ്ണായിരിക്കും വരുന്നത്. സോ നണ്ണാണെങ്കിൽ നമ്മൾ ഓൾറെഡി റീഡയറക്റ്റ് ചെയ്യാൻ പറഞ്ഞേക്കും. അപ്പോൾ നമുക്ക് അവിടെ ഒരു മെസ്സേജും കൂടെ റീഡയർ ചെയ്യാം. അപ്പോൾ നമ്മൾ മെസ്സേജസ് ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമുക്കിവിടെ മെസ്സേജസ് കിട്ടും. ഇമ്പോർട്ട് ചെയ്ത് വെച്ച മെസ്സേജാണ് മെസ്സേജസ് ഡോട്ട്, ഞാൻ ഓൾറെഡി കോപ്പി ചെയ്തിട്ടുണ്ട്, നമുക്ക് ടൈപ്പ് ചെയ്യാം ഡോട്ട് എറർ, മെസ്സേജ് ഡോട്ട് എറർ. ആദ്യം നമ്മൾ റിക്വസ്റ്റിനെ പാസ് ചെയ്യണം, റിക്വസ്റ്റ്, ദെൻ നമുക്ക് നമ്മുടെ മെസ്സേജ് ടൈം യൂസർ ഈസ് നോട്ട് എക്സിസ്റ്റിംഗ്, യൂസർ നമ്മൾ പറയുന്നതാണ് അവിടെ നോട്ട് യൂസർ എക്സിസ്റ്റ് ആയില്ല എന്നൊരു മെസ്സേജ് വിടണം. യൂസറിനെ പാസ്വേഡ് തെറ്റാതെ ഈ റിട്ടേൺ പോകുന്നതിന് മുമ്പ് തന്നെ റിക്വസ്റ്റിനോട് കൂടി നമ്മൾ ബൈൻഡ് ചെയ്ത് വിടും. സോ നമുക്ക് ഈ മെസ്സേജസിന് നമ്മുടെ ഏതിലേക്കാണ് റിട്ടേൺ പോകുന്നത് ആ പേജിൽ കിട്ടും. എവിടെ പോകുന്നത്, റിട്ടേൺ റീഡയറക്റ്റ്
ലോഗിൻ ഡോട്ട് എച്ച് ടി എം എൽ. സോ നമുക്ക് ലോഗിൻ ഡോട്ട് എച്ച് ടി എം എല്ലിൽ പോയി അതിനെ വിളിക്കാൻ പറ്റും. അത് വിളിക്കേണ്ട ഫോർമാറ്റ് ഇങ്ങനെയാണ്, അതും അവരവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് അവർ വിളിക്കേണ്ട ഫോർമാറ്റ്. ഇൻ യുവർ ടെംപ്ലേറ്റ് യു സംതിങ് ലൈക്ക്, ഇങ്ങനെ വേണം അത് കൊടുക്കാൻ. അപ്പോൾ ഇതാണ് അതിൻ്റെ മെത്തേഡ്. നമുക്ക് ജസ്റ്റ് ഞാൻ ഈഫ് മെസ്സേജസ് ഒക്കെ അവർ യൂസ് ചെയ്തേക്കുന്നത് മെസ്സേജ് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എന്നുള്ള കാണിക്കാൻ വേണ്ടിയാണ്. നമുക്ക് തൽക്കാലം ഒരു മെസ്സേജ് ടാഗിനകത്ത് ജസ്റ്റ് എഴുതി നോക്കാം. ഫസ്റ്റ് അത്രയും ഡീറ്റെയിൽ ആയിട്ട് എഴുതണ്ട, നമുക്കൊരു താഴെ എന്താ ഫോർ ലൂപ്പിലെടുക്കണം. കാരണം അത് സിംഗിൾ ഒബ്ജക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല, ലിസ്റ്റായിട്ടാണ് തന്നെ. ഫോർ മെസ്സേജ് ഇൻ, ഈ മെസ്സേജ് നമ്മളെടുത്തുന്ന വേരിയബിളാണ്. ആക്ച്വലി വരുന്ന സംഭവം എന്താണ്, മെസ്സേജസ് എന്നാണ്. അപ്പോൾ സോ അതൊക്കെ ശ്രദ്ധിക്കണം. വേറെ വിഷയമൊന്നുമില്ല, ഔട്ട്പുട്ട് വരില്ല എന്നുള്ളൂ. മെസ്സേജ് ഇൻ മെസ്സേജസ്, ഇത് നമ്മൾ ചുമ്മാ ഒരു ഐ എടുക്കുന്നത്. ഓക്കെ, നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് എടുത്തു. മെസ്സേജ് ഓപ്പൺ ചെയ്ത് ഫോർ ലൂപ്പ് ഓപ്പൺ ചെയ്താൽ മസ്റ്റായിട്ടും എൻഡ് 4 അടിച്ചിരിക്കണം. എൻഡ് 4. ഓക്കെ, ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്താൽ ഞാൻ ചുമ്മാ ഒരു എച്ച് ടാഗ് എടുത്ത് അതിനകത്ത് ജിഞ്ച ഫോർമാറ്റിൽ ഇത് ഐ ആണെങ്കിൽ ഐ അല്ലേ വിളിക്കണേ. സോ നമുക്ക് ഈ മെസ്സേജിന് വിളിക്കാം. അപ്പോൾ ഓക്കെ, നമുക്ക് പേജൊന്ന് പോയി റീഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കൊന്ന് തെറ്റായിട്ടുള്ള യൂസർ നെയിം പാസ്വേഡ് അടിച്ച് നോക്കാം. ഓക്കെ, യൂസർ ഈസ് നോട്ട് എക്സിസ്റ്റ് ഉണ്ടോ? യൂസർ ഈസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറഞ്ഞാൽ മെസ്സേജ് പ്രിൻ്റ് ആയത് എന്തുകൊണ്ടാണ്, നമുക്ക് ഇത് അപ്പോൾ മെസ്സേജ് ഉള്ളപ്പോൾ മാത്രമാണ് വർക്ക് ചെയ്യുള്ളൂ. നമുക്ക് ഈഫിനകത്ത് കൊടുത്ത് ഈഫ് മെസ്സേജ് ഉള്ളപ്പോൾ മാത്രം എടുക്കാം. അപ്പം നമുക്ക് ജസ്റ്റ് അത്രയ്ക്കൊന്നും പോകണ്ട. ഇപ്പോൾ നിലവിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ വ്യൂസിൽ നമ്മൾ എന്ത് ചെയ്തു, ഇപ്പോൾ ഈ പോസ്റ്റ് മെത്തേഡ് വർക്ക് ചെയ്തപ്പോൾ ഈ നമ്മൾ കൊടുത്തുവിട്ട യൂസർ നെയിമും പാസ്വേഡും വെച്ച് ഓതൻറ്റിക്കേറ്റ് ചെയ്യാൻ നോക്കി. സോ ആ യൂസർ നെയിമും പാസ്വേഡും എക്സിസ്റ്റ് അല്ലായിരുന്നു. സോ നമുക്ക് എന്ത് ചെയ്തു, യൂസർ നണ്ണായതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ എൻ്റർ ആവാണ്ട് എൽ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്തു. എൽ സ്റ്റേറ്റ്മെൻറ്റിൽ എന്ത് സംഭവിച്ചു, ഈ മെസ്സേജസ് നോട്ട് എക്സിസ്റ്റ് എന്നുള്ള മെസ്സേജ് കൂടി ഈ റിക്വസ്റ്റിന് കൂടെ റിട്ടേൺ ആയി. സോ അതുകൊണ്ടാണ് നമുക്കിവിടെ യൂസർ നോട്ട് എക്സിസ്റ്റ് എന്ന് പറഞ്ഞത്. ഇൻ കേസ് നമ്മൾ കറക്റ്റായിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡും കൊടുത്തിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചു, ലോഗിൻ പേജിലേക്ക്, അതായത് ഈ പോസ്റ്റ് മെത്തേഡിൽ യൂസർ ഓതൻറ്റിക്കേറ്റ് ചെയ്യാൻ നമ്മൾ കൊടുത്ത യൂസർ നെയിമും പാസ്വേഡും കൊടുത്തപ്പോൾ യൂസർ ഓതൻറ്റിക്കേറ്റ് ചെയ്യാൻ പറ്റി. സോ യൂസറിനകത്തേക്ക് ഇപ്പോൾ നണ്ണല്ല, ഒരു ഒബ്ജക്റ്റ് റിട്ടേൺ ചെയ്തു. സോ ഈ യൂസർ നോട്ട് നണ്ണാണ്. അതുകൊണ്ട് തന്നെ ലോഗിൻ എന്നുള്ള ഫങ്ഷൻ വിളിച്ച് അതിനകത്തേക്ക് നമ്മൾ റിട്ടേൺ ചെയ്ത യൂസറെ ലോഗിൻ ചെയ്തു. റിട്ടേൺ റീഡയറക്റ്റ് നമ്മുടെ ഹോം പേജിലേക്ക് റീഡയറക്റ്റും ചെയ്തു. അങ്ങനെയാണ് ഈ പേജ് ഇപ്പോൾ വർക്കായിരിക്കുന്നത്. സോ നമുക്ക് ലോഗൗട്ടും ബാസ്റ്റ് കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഇപ്പോൾ നമ്മളിതിനകത്ത് ജസ്റ്റ് എന്തൊക്കെ നോക്കി, നമ്മൾ മെസ്സേജസ് പ്രിൻറ്റ് ചെയ്യാനും യൂസർ ഓതൻറ്റിക്കേറ്റ് നമ്മൾ ചെക്ക് ചെയ്ത് ലോഗിൻ ലോഗൗട്ട് ബട്ടൺ ചേഞ്ച് ചെയ്യാനും നമ്മൾ പഠിച്ചു. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ ബാലൻസ് നോക്കാം. ഓക്കെ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.